നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കും. ദൈവമേ, ജ്ഞാനം ഞങ്ങളിലൂടെ ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കുന്നതിന് വേണ്ടി ദൈവമേ ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. സോളമന് കൊടുത്ത ജ്ഞാനം സോളമനേക്കാൾ വലിയവനെവിടെ? ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് വലിയ നിധി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ആ നിധി, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ആ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി തന്നെയായ ഈശോ നമ്മുടെ ആത്മാവിലുണ്ടെന്നും മക്കളായ നമുക്ക് അത് മുഴുവനും തന്നിരിക്കുന്നു എന്നും ദൈവമേ അതൊന്ന് തുറക്കണേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയെല്ലാം ആ ദൈവത്തിൻ്റെ ജ്ഞാനമനുസരിച്ച് നീങ്ങുന്നതിനും ഞങ്ങളുടെ ഞങ്ങളുടെയും എല്ലാം ഭാവിയും അതോടൊപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ വെളിപാടുകൾ കുറിച്ചുള്ള അറിവ് കൂടുതലായി ഞങ്ങൾക്ക് നൽകുന്നതിന് ഈ ജ്ഞാനമേ ഞങ്ങളെ ഉപയോഗിക്കണേ. ജ്ഞാനമേ ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനമേ ഞങ്ങളെ നിറയണമേ. ഇരിക്കാം നമുക്ക്. അല്പം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത്രയും സമയം എന്നെ ഓർപ്പിക്കണേ. ഇനി 7-ാം അധ്യായത്തിലെ വളരെ വിശേഷമായിട്ടുള്ള ഒന്നാണ് ജ്ഞാനത്തിൻ്റെ മഹത്വം. 7:22-23 എന്ന് വായിച്ചോട്ടോ. 7:22 പറയുന്നത്, എല്ലാവരും തുറന്നെടുത്ത് ശബ്ദമുയർത്തി ഉച്ചത്തിൽ ഒന്ന് വായിച്ചത്. 7:22 എന്താണ് 22 പറയുന്നത്? സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനം. മനസ്സിലായോ? സകലതും ജ്ഞാനം രൂപപ്പെടുത്തും. പിന്നെ തുടർന്ന് എല്ലാവരും, അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. ഇവിടെ ഇതും ജോൺ പോൾ രണ്ടാമൻ്റെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 21 കാര്യങ്ങളുണ്ട്. 7 × 3 7 × 3 എന്തെല്ലാമാണ്? ഒന്നുകൂടി ഒന്ന് വായിച്ചാലോ. 21 കാര്യങ്ങൾ ജ്ഞാനം നമുക്ക് ചെയ്തു തരും. എന്തെല്ലാമാണെന്ന് ഒന്നുകൂടി നോക്കി വായിച്ചേ. 7:23 അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും
സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ഛേദനകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. വെളുപ്പിനെ എണീക്കുമ്പോൾ നമ്മൾ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗം ഒന്ന് എടുത്തു വെച്ചിട്ട് ഇതിലോരോന്നിനെ ഒന്ന് കർത്താവേ ഇതെനിക്ക് തുറക്കണേ, എന്നിൽ തുറക്കണേ. ഇത് നമ്മളുടെ അകത്തുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ജ്ഞാനത്തോട് ചോദിച്ചിട്ടൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ ബുദ്ധിയിൽ രൂപം കൊള്ളുന്ന ചില ആശയങ്ങൾ വെച്ച് നമ്മളെന്തോ ഇങ്ങനെ ചെയ്തു പോരുകയാണ്. എന്നാൽ ആ ദൈവിക ജ്ഞാനത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് തരാൻ പോകുന്ന ആശയങ്ങൾ വളരെ വലിയ കാര്യങ്ങളാണ്, വളരെ വലിയ കാര്യം. അത് നമ്മുടെ ബുദ്ധിക്ക് അജ്ഞാതമാണ്, നമ്മുടെ ബുദ്ധിക്ക് അറിവിൻ്റെയും വളരെ വലിയ കാര്യങ്ങളാണ്. അത് മനസ്സിലാവുമ്പോഴാണ് ദൈവം ഇത് ഇത്രയും നാളും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. ഞാനൊരിക്കൽ ഒരു ഭൗതികമായ ഒരു കാര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. നെസ്കോഫി ഫാക്ടറി, നെസ്കോഫി ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് ഒരു വലിയ നെസ്കോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഫാക്ടറി അത് ഉണ്ടാക്കണത്. ഒരു 11 നില കെട്ടിടമാണ് അതിൻ്റെ. അത്രയും ഉയരത്തിലുള്ള ഒരു ഫ്ലാസ്കാണ്. ഫ്ലാസ്ക് 11 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലുള്ള ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഫ്ലാസ്കിൻ്റെ അകത്ത് ഈ ഡിക്കോക്ഷൻ സ്പ്രേ ചെയ്യുമ്പോഴാണ് അത് താഴെ വരുമ്പോൾ എന്തൊരു വലിയ കമ്പനിയാണ്. നമ്മൾ കുടിക്കുന്ന സാധനത്തിലുള്ളൂ. അപ്പോൾ ഇത് കാപ്പി കുരു കിട്ടുന്ന സ്ഥലത്താണ് ഇത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അതെവിടെയാ? ഈ അങ്ങനെയുള്ള പ്രദേശമാണല്ലോ. അപ്പം മൈസൂർ നഞ്ചങ്കോട് ഭാഗത്താണ് അങ്ങനത്തെ ഒരു ഫാക്ടറി. ഇതിൻ്റെ മുകളിൽ ഒരു മിഷൻ തൂക്കി വെക്കണം. അതിന് പറ്റിയ ക്രെയിൻ അവിടെ അടുത്തെങ്ങുമില്ല, അതുള്ള ആളുകളുമില്ല, അതിന് സാധിക്കുന്നില്ല. അപ്പോൾ സായിപ്പാണ് കമ്പനിയുടെ ഡയറക്ടർ, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പേപ്പറിൽ അനൗൺസ് ചെയ്തു, ഇങ്ങനെയുള്ള ജോലി ചെയ്യാൻ പറ്റിയ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്താൽ അവർ പാസ്സാകുകയാണെങ്കിൽ അത് ജോലി ചെയ്യാം. അപ്പോൾ ഞാൻ അതിനൊരു ഐഡിയ എനിക്ക് കിട്ടി. ഒരു ഐഡിയ, എൻ്റെ അടുത്ത് ക്രെയിനൊന്നുമില്ല, പക്ഷെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല. കാരണം ഇയാൾ വലിയ ഉയരമുള്ള ആൾ, ഞാൻ ഇത്രയും ചെറിയ ആൾ. ഞാനിങ്ങനെ നോക്കണം ഇയാൾ ഉടനെ ചോദിച്ചു, ഡു യു ഹാവ് എ ക്രെയിൻ? നിനക്ക് ഇത്രയും ഇതിൻ്റെ മുകളിൽ തൂക്കി വയ്ക്കാവുന്ന ഒരു ക്രെയിൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു, സോറി, ഐ ഹാവ് നോ ക്രെയിൻ. ഇയാൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഗോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ. എൻ്റെ കർത്താവേ, ഇയാൾ അവിടെ നിൽക്കാൻ പോലും സമ്മതിക്കണില്ല. ഞാൻ ഫ്ലൈറ്റിന് ബോംബെയിൽ നിന്ന് അവിടെ ചെന്നതാണ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചില ആശയം തരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ജ്ഞാനമേ നയിക്കണേ, ജ്ഞാനമേ. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ഒരു സെൻറ്റൻസ് കൂടി എനിക്ക് പറയാൻ അനുവാദം തരൂ, പ്ലീസ്, ലെറ്റ് മീ സ്പീക്ക് വൺ മോർ സെൻറ്റൻസ്. നോ. ഇയാൾ ദേഷ്യപ്പെടാൻ, നിനക്ക് ക്രെയിൻ ഇല്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇയാൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം? ഞാൻ വീണ്ടും പറഞ്ഞു. അവസാനം ഇയാൾ സമ്മതിച്ചു, ഓക്കെ, സ്പീക്ക്. അപ്പോഴാണ് എൻ്റെ ഉള്ളിലൊരു ആശയം ഇങ്ങനെ വരികയാണ്. ഞാൻ പറഞ്ഞു, വി ആർ ഇന്ത്യൻസ്, വി മെയ്ഡ് താജ്മഹൽ വിത്തൗട്ട് ക്രെയിൻ. എനിക്കറിഞ്ഞൂടെ എങ്ങനെ ഈ ഒരു ആശയം എൻ്റെ അകത്ത് വന്നു. സകലത്തും ഈ ഒറ്റ സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു സെൻറ്റൻസ് കൂടി പറയാൻ അനുവാദം തരണം. ഞാൻ പറഞ്ഞു, വി മെയ്ഡ് താജ്മഹൽ വിത്തൗട്ട് ക്രെയിൻ. ഇയാളങ്ങ് ഈ കണ്ണ് തള്ളി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ശരിക്കും അങ്ങനെ തന്നെ. ഇയാളങ്ങോട്ട് കണ്ണ് വലുതായി ഇയാളിങ്ങനെ നോക്കും. അതോടൊപ്പം ഇയാളുടെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വരാൻ തുടങ്ങുന്നുണ്ട്. കാരണം ഇവൻ മിടുക്കനാണല്ലോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിറ്റ് ഡൗൺ, എന്താണ് നീ ചെയ്യാൻ പോകുന്നത്?
ഞാൻ പറഞ്ഞു അത് ഞാൻ പറയൂല, അത് പറഞ്ഞാൽ പിന്നെ ബിസിനസ് എവിടെയാ? അത് പറഞ്ഞാൽ അതൊരു ഐഡിയയാണ്, അത് പറഞ്ഞാൽ അത് ആർക്കും ചെയ്യാം. പറഞ്ഞു എനിക്ക് നീ പറഞ്ഞത് ഇഷ്ടമായി, പക്ഷേ ഞാൻ ഇവിടുത്തെ ഡയറക്ടറായതിൻ്റെ പേരിൽ എനിക്കത് അറിയണ്ടേ, നീ പറഞ്ഞ ഐഡിയ വേറെ ആരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കില്ല. ഞാൻ പറഞ്ഞു അത് മതി. ഞാൻ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോഴേ ഇയാൾ ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് ചാടി എഴുന്നേറ്റ് ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു സ്റ്റാർട്ട് ദ വർക്ക്, നീ ചോദിച്ചേക്കാളും കൂടുതൽ പൈസയാണ് നിനക്ക് തരുന്നത്. ഇങ്ങനെയാണ് കാശുണ്ടാക്കണേ. ഇത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടല്ല, ജ്ഞാനം കൊണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഒരിക്കലും പൈസ ഉണ്ടാവില്ല. പൈസ ഉണ്ടാവണമെന്ന് ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹാർഡ് വർക്ക് വേണം, അത് മാത്രം പോരാ. വേറെ എന്ത് വേണം? ജ്ഞാനം വേണം. ഒരമ്മച്ചി ജീവിതകാലം മുഴുവനും ജോലി ചെയ്ത് കിട്ടിയ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് മുഴുവനും ഒരു ബ്ലേഡ് കമ്പനിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. നല്ല ഐഡിയ അല്ലേ? 6 മാസം കഴിഞ്ഞപ്പോൾ ബ്ലേഡ് കമ്പനി പൊളിഞ്ഞു. ബ്ലേഡ് കമ്പനിക്ക് ഇത്ര ആയുസുള്ളൂ എന്ന് നമുക്കറിഞ്ഞൂടെ? എത്രയാണെന്നറിയാമോ? 40 ലക്ഷം രൂപ. ഞാൻ ചോദിച്ചേ, അപ്പോൾ അവരൊരു ടീച്ചറാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തെന്നാണ് ടീച്ച് ചെയ്ത് ഇത്രയും നാളും? എന്ത് ജ്ഞാനമാണ് നിങ്ങൾ ഈ ചെയ്തത്? അവസാനം ഇപ്പം ഞാൻ അവരെ ആശ്വസിപ്പിച്ചിരിക്കുന്നത് വേറൊരു ജ്ഞാനത്തിലൂടെ. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ കർത്താവ് ദരിദ്രയായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇതുപോലെ കളയാൻ ദൈവം അനുവദിക്കുമോ? ഒരു സ്ത്രീ, ഒരു ടീച്ചർ ജീവിതകാലം മുഴുവനും ജോലി ചെയ്ത കാശാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ അവർ പറയണേ ശരിയാണ് കേട്ടോ, ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്തും ഞാൻ പട്ടിണി തന്നെയായിരുന്നു. എൻ്റെ കിട്ടുന്ന കാശൊക്കെ എൻ്റെ ആങ്ങളമാർ മേടിച്ചെടുത്തു, എനിക്ക് ദാരിദ്ര്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് നിന്നെ കർത്താവിൻ്റെ തറവാട്ടിൽ തന്നെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പോട്ടെ ആ 40 ലക്ഷം രൂപ. പക്ഷെ എന്നാലും ഒരു ലോജിക്ക് നോക്കി, ഒരു ക്രിസ്ത്യാനി ഒരു ബ്ലേഡ് കമ്പനി നടത്തി ഈ പാവപ്പെട്ട ഈ കന്യാസ്ത്രീയുടെ അല്ല ടീച്ചറിൻ്റെ 40 ലക്ഷം രൂപ കളഞ്ഞു. എന്ത് ബിസിനസ്! അപ്പോൾ ഇതിനെല്ലാം ഞാൻ പറയുന്ന ഒരാശയം, ഇത് ജ്ഞാനമാണോ? അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളുടെ എല്ലാം കാരണങ്ങൾ ജ്ഞാനമില്ലാതെ എടുക്കുന്ന ചില തീരുമാനങ്ങളല്ലേ. നമ്മുടെ നാടാണെങ്കിൽ ഒരു ബിസിനസ് ഒരാൾ തുടങ്ങി അവൻ നല്ലതാണെന്ന് കാണുമ്പോൾ ഉടനെ പാൻ ദുക്കാൻ മാതിരി വേറെ ഒരെണ്ണം അവിടെ കൊണ്ടുവന്ന് തുടങ്ങും. അതുമാതിരി എനിക്കൊന്നും തുടങ്ങാമല്ലോ, അതോടുകൂടി ഇതും പോയി അതും പോയി. ഒരാളൊരു പാൻ ദുക്കാൻ തുടങ്ങി, അത് നന്നായിട്ട് നടക്കണ കാണുമ്പോൾ അത് നല്ല കാശ് കിട്ടണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞ് തുടങ്ങാം. ഇതാണ് നമ്മുടെ നാട്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതിക തലത്തിലാണെങ്കിലും ജ്ഞാനമില്ലാതെ ഒരു വിധത്തിലും നമുക്ക് വിജയിക്കില്ല. നമ്മളുടെ ഒരുപാട് സഹോദരന്മാരും ഫോറിനിലുണ്ട്. നേഴ്സുമാരാണ് അധികം പേര്. ഭാര്യ കാശുണ്ടാക്കുന്നുണ്ട്, ഭർത്താവ് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേഴ്സിൻ്റെ ഭർത്താവ് പറയാണ്, ഞങ്ങൾ രണ്ടുപേരും നേഴ്സാണ്, ഞങ്ങൾക്ക് നല്ല കാശൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടൊരു ബിസിനസ് ആരംഭിക്കാം. ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ ബിസിനസ് നടത്തിയാൽ വലിയ വിജയിക്കൊന്നുമില്ല. ജോലി ചെയ്യാനറിയാം. മാർവാടിയുടെ മാതിരി നമുക്കാകാൻ പറ്റുമോ? എന്തിനു പറയുന്നു, അദ്ദേഹം ഒരു പെട്രോൾ പമ്പ് അങ്ങ് മേടിച്ചു, ബാങ്ക് ലോണൊക്കെ എടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് നടന്നു. എല്ലാവരും നമ്മളെ അതോടുകൂടി 2 കാറ്, ഒരു വീടും കൂടി എക്സ്ട്രാ മേടിച്ച് ഭയങ്കര. നമ്മുടെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താ? എത്ര കാറുണ്ട്, എത്ര വീടുണ്ട്, കാറിൻ്റെ ബ്രാൻഡ് എന്താണ്? കാറിൻ്റെ ബ്രാൻഡ് അല്ലേ? എനിക്കതൊന്നും അറിഞ്ഞൂടട്ടെ, ഞാൻ ഓരോരുത്തർ പറയണ കേട്ട് പറയണം. ഇപ്പോൾ ഒരാൾ പറയണ കേട്ട് 50 ലക്ഷത്തിൻ്റെയൊക്കെ കാറുണ്ട്.
70 ലക്ഷത്തിൻ്റെ അതെ. ചിലർ പറയുന്ന 1 കോടിയുടെ കാറാണ് സമ്മാനമായിട്ട് മണവാളന് കൊടുത്തത്. കർത്താവ് ചോമിച്ചയുടെ ആൾക്കാരാണ് ഈ പറയണത്. എന്തിനു പറയണ ആ ഫാമിലി അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഈ പെട്രോൾ പമ്പ് വിജയകരമായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാളുടെ ജോലി രാജിവെച്ചു. ഇത്രയും നാളും കിട്ടിയിരുന്ന ആ സോഴ്സ് ഇനി ഇത് നടക്കൂലേ? അപ്പോഴേക്കും വേറൊരു പെട്രോൾ പമ്പ് വിൽക്കാനിട്ടേക്കണം തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഇയാൾ ചോദിച്ചു എന്നാൽ അതും കൂടി മേടിച്ച് കളയാം. അതും മേടിച്ചു. പക്ഷെ അതിൽ കുറച്ച് റിപ്പയർ ചെയ്താലേ നടക്കുള്ളൂമായിരുന്നു. ആ റിപ്പയറിൻ്റെ ഡയമെൻഷൻ ഇയാൾക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞൊരു ചെറിയ റിപ്പയർ, പക്ഷേ ഇത് ഭയങ്കര റിപ്പയറായിരുന്നു. അത് ഒരിക്കലും സാധ്യമായില്ല. അത് മാസങ്ങളോളം റിപ്പയർ ചെയ്ത് അവസാനം ഈ പെട്രോൾ പമ്പും വിൽക്കേണ്ടി വന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? അത് രണ്ടും പോയി, ജോലിയും പോയി, കടം മേടിച്ച പൈസ അടയ്ക്കാനായിട്ട് ഇല്ലാണ്ടായി. അവസാനം ഈ പാവപ്പെട്ട നേഴ്സ് നൈറ്റ് ഷിഫ്റ്റ് മുഴുവൻ ചെയ്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇത് അടയ്ക്കാൻ നോക്കണം. അപ്പം ഇതിൻ്റെ ആകത്തുക എന്താ? ഒറ്റ വാക്ക്: ജ്ഞാനം ഇല്ലാതെ തീരുമാനിച്ചു. അപ്പം ഞാൻ അവരെ ആശ്വസിപ്പിച്ചു, ഇതിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിലും ജ്ഞാനം വേണം. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യണം. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനും കർത്താവ് ഒരു വഴി കാണിച്ചു തരും. കർത്താവ് നമ്മളെ ഒരിക്കലും ഒരു വചനം പറ്റുന്നു കേട്ടോ, ജ്ഞാനം 14 എൻ്റെ കർത്താവേ, ഇതൊന്ന് വായിച്ചു കണ്ടോ, കറക്റ്റ് ഇതാണ് അതിന് വേണ്ടത്. ഒന്ന് വായിച്ചെല്ലാവരും. ജ്ഞാനം 14 കോളുകൊണ്ട സമുദ്രത്തിൽ യാത്രയ്ക്ക് ഒരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു. ആ യാനപാത്രത്തിന് രൂപം നൽകിയത് ലാഭേച്ഛയാണ്. ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ഒന്നുകൂടി പറഞ്ഞേ, ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. പിതാവേ, അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത്. അവിടുന്ന് കടലിൽ അതിനൊരു പാത നൽകി, തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിത മാർഗം. നിൽക്കട്ടെ, പലതും മനസ്സിലായോ? എന്താ പറയണത്? കോളുകൊണ്ട സമുദ്രത്തിൽ യാത്രയ്ക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ. അപ്പോൾ കപ്പൽ ഇരുമ്പ് കപ്പലാണ്. ഇപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ല, ഇരുമ്പ് കപ്പലാണ്. ആ കപ്പലിനേക്കാൾ അതിദുർബലമായ ഒരു തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ആ തടിക്കഷ്ണം? നമുക്ക് പെട്ടെന്ന് വരുന്നത് കുരിശെന്നൊക്കെ ആയിരിക്കും, പക്ഷെ ശരിക്കും ഒരു തടിക്കഷ്ണം തന്നെയാണത്. എന്താണത്? ആർക്കെങ്കിലും പറയാമോ? കോളുകൊണ്ട കപ്പലിൽ യാത്ര ചെയ്യുന്നവൻ ഇരിക്കുന്ന ഇരുമ്പ് കപ്പലിനേക്കാൾ ഒരു തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താ പറഞ്ഞേ? തടിക്കഷ്ണം, പായ്മരം. ഇല്ല, ഇരുമ്പ് കപ്പലട, പായ്മരമല്ല. വേറെ എന്തെങ്കിലും? തടിക്കഷ്ണം. ആർക്കെങ്കിലും കിട്ടിയോ? ചെങ്ങാടം ആണ്, പക്ഷേ ലൈഫ് ബോയ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വട്ടത്തിലൊരു സാധനം തൂക്കിയിട്ടിട്ടില്ലേ, ബോട്ടിൻ്റെ ഒക്കെ അടുത്ത്, മരം കൊണ്ട്, കോർക്ക് കൊണ്ടുള്ള. അതായത് കപ്പൽ മുങ്ങിയാൽ ഈ ലൈഫ് ബോയ്കളെല്ലാം പൊങ്ങും ഇല്ലേ? ആ തടിക്കഷ്ണം കണ്ടിട്ടില്ലേ? നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോൾ കപ്പൽ ആ റൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ ഒരു തടിക്കഷ്ണം, വെളുപ്പും ചുവപ്പും പെയിൻറ് ചെയ്തിട്ട്. കപ്പൽ മുങ്ങാം, പക്ഷേ ഈ തടിക്കഷ്ണം മുങ്ങൂല. ഈ തടിക്കഷ്ണം മുങ്ങൂല, അതായത് ഈ കോർക്ക് മുങ്ങൂല. ഇനി അതിനൊന്ന് മനസ്സിൽ കണ്ടോ, എത്ര വലിയ ഇത് കണ്ടോ? അപ്പോൾ ആ തടിക്കഷ്ണം തൂങ്ങിക്കിടന്നാൽ നമ്മൾ രക്ഷപ്പെടും.
പിന്നെ എങ്ങനെ നമ്മൾ കരയ്ക്കെടുക്കും? ഈ തിരമാലകൾ അതിനെ താനെ കരയ്ക്ക് അടുപ്പിക്കും. അതാണ്. ഇനി ഒന്നുകൂടി വായിച്ച്. കോളുകൊണ്ട സമുദ്രത്തിൽ യാത്രയ്ക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു. ആ യാനപാത്രത്തിന് രൂപം നൽകിയത് ലാഭേച്ഛയാണ്. ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. പിതാവേ, അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത്. അവിടുന്ന് കടലിൽ അതിന് ഒരു പാത നൽകി, തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിത മാർഗം. കണ്ടോ? അപ്പോൾ തിരകൾ വേണം. തിരകളില്ലെങ്കിൽ ഇത് അടുക്കുമോ? അടുക്കില്ല. തിരകൾ വേണം പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ദൈവം എത്ര ഭയാനകമായ പ്രശ്നത്തിൻ്റെ മധ്യത്തിലും ഒരു തടിക്കഷ്ണം നിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ജ്ഞാനം. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, അപ്പോൾ ഇതിപ്പോൾ ജീവിത പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആ മേഖലയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവിക വെളിപാടുകൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ. അതാണ് ജ്ഞാനം 7-ാം അധ്യായത്തിൽ തന്നെ അവസാന ഭാഗത്തേക്ക് നോക്കാം. 24 എല്ലാ ചലനങ്ങളെയുംകാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. എല്ലാവരും ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞ്, അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണമാണ്. കേട്ടോ, അതാണ് അവൾ ദൈവശക്തിയുടെ. എല്ലാവരും ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞ്, അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണ് അവൾ. നിത്യ തേജസ്, നിത്യ തേജസ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം. എല്ലാവരും ഒന്നുകൂടി. അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കും. അപ്പം ഇതിനകത്ത് അവൾ എന്ന് ജ്ഞാനത്തെ പറയുമ്പോൾ അത് മാതാവാണെന്ന് ആരും വിചാരിക്കരുത്. മാതാവ് ജ്ഞാനം നിറഞ്ഞവളാണ്. പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് മാതാവല്ല. ദൈവം എന്തിനേക്കാൾ ഉപരി നവീകരണം. തലമുറയിലുള്ള മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാർ. ഈ മിത്രം എന്നുള്ള ആശയം 7:14 7:14 എന്താ നമ്മൾ കേട്ടത്? അത് അക്ഷയനിധിയാണ്. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അത് സിദ്ധിച്ചവർ. അപ്പം നമ്മളുടെ ദൈവ മനുഷ്യ ബന്ധം പേടിയുടെ ഒരു ബന്ധമല്ല, സൗഹൃദത്തിൻ്റെ ബന്ധമാണ്. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കുന്നു. ഈശോ പറയാണ്, നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. ആരാണ് സ്നേഹിതരെന്ന് പറഞ്ഞാൽ, ഒരുവൻ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞു വന്ന് നമ്മളെ സഹായിക്കുന്ന ആളല്ലേ സ്നേഹിതൻ. അപ്പോൾ അവൻ നമ്മളെ വഴക്കൂടെ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്യരുത്, ഇനി നീ നിൻ്റെ കാര്യമാവും, ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ സ്നേഹിതനാണോ? സ്നേഹിതനാണെങ്കിൽ പറയും, നീ വിഷമിക്കണ്ട, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ സഹായിക്കാം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആണോ അല്ലയോ? നമുക്കറിഞ്ഞൂടെ അങ്ങനെ ചിലവർ നമ്മളൊന്ന് സഹായിക്കണതില്ലേ?
കാര്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, എങ്കിലും സ്നേഹിതൻ നമ്മളോട് ആ തെറ്റൊന്നുമല്ല നോക്കേണ്ടത്, നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. നീ വിഷമിക്കണ്ട, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ ഞാൻ നിന്നെ സഹായിക്കാം. സ്നേഹിതൻ. അങ്ങനെ ദൈവത്തിൻ്റെ മിത്രം, ദൈവമിത്രങ്ങളും പ്രവാചകരും ആക്കും. എന്നിട്ട് അവസാനം 28 എല്ലാവരും കൂടി ഒന്ന് ഏറ്റു പറഞ്ഞ്, ദൈവം എന്തിനേയും കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. മതി, ഇത്രയും മതി. ഇനി നിർത്തിയാലോ ജ്ഞാനത്തിൻ്റെ? ഇല്ലേ, നിർത്താലോടാ, ഓരോരുത്തർ ബോറടിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാം? ഞാൻ ഉച്ചയ്ക്ക് മുതലേ ഇത് നിർത്താൻ നോക്കിയിട്ട് പറ്റണില്ല. ഒമ്പതാമത്തെ ഒരു വചനം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 9 മുതൽ വായിക്കും. 9 ജ്ഞാനം 9 എല്ലാവരും വായിക്കാറുള്ളതാണ്. എങ്കിലും അതിനെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുമ്പോൾ ജ്ഞാനം 9 എന്താ പറയണമെന്ന് എല്ലാവരും വായിച്ച്. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടൊത്തുണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമമനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്ത് വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. എന്നിട്ടെന്താ അടുത്ത എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും കോപ്പി അടിച്ചിട്ട് കാര്യമില്ല. ഒരാളും ഒരാളെ പോലെ അല്ല. എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് പ്രത്യേക പദ്ധതികളാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിയുന്നു. നമ്മളെ സംബന്ധിച്ച് എന്താണ് ദൈവത്തിൻ്റെ ഹിതം? ഓരോരുത്തർക്കും ദൈവഹിതം വ്യത്യസ്തമായിട്ട് മനസ്സിലാകാൻ സാധിക്കും. ഓരോരുത്തരിലും ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഈ ജ്ഞാനം നമുക്കത് തുറന്നു തരും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നിറയ്ക്കണമേ. എന്നിലുള്ള ദൈവിക ജ്ഞാനം തുറക്കണമേ. ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും എനിക്ക് നൽകിയിരിക്കുന്ന ദൈവിക ജ്ഞാനം തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എനിക്കറിഞ്ഞുകൂടാ. എന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവിക വെളിപാടുകൾ എനിക്ക് അറിഞ്ഞുകൂടാ. സ്വർഗീയ രഹസ്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവ് എല്ലോളമേ ഉള്ളൂ. എനിക്കറിയാനുള്ളതൊരു കടലോളമുണ്ട്. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ പ്രാർത്ഥിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി തുറക്കണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാല ഹല. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലബല ഹല്ലബല. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മാവും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പ്രാർത്ഥിക്കണമേ.
ഓ ജ്ഞാനമേ, 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 ജ്ഞാനമേ. ശലബല ഹലബല ഹലബല ശലബല ഹലബല ഹലബല ഹലബല. ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനമേ, ശാല ഹലബല ബല 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 ശലബല ബല 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 ശലബല ബല 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 ശലബല ബല 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 ബല. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ, അങ്ങേയ്ക്കാരാധന. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ, അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമേ, അങ്ങേയ്ക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ, അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമേ, സ്നേഹം സ്നേഹം സ്നേഹദാതാവേ, അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനെ, അങ്ങേയ്ക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ, അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനെ, അങ്ങേയ്ക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ, അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനാം ദൈവമേ, അങ്ങേയ്ക്കാരാധന. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, അങ്ങേയ്ക്കെന്നെന്നും ആരാധന.
വസിക്കുന്ന പരിശുദ്ധാത്മാവേ, മൂന്നാം ദൈവമേ, അങ്ങേക്കെന്നെന്നും ആരാധന. സ്നേഹമേ ആരാധന, ജീവനേ ആരാധന. നമുക്കിരിക്കാം. നമ്മളിപ്പോൾ കുറച്ച് സമയം നിങ്ങൾ തന്നെ ഒന്ന് മൗനമായിട്ട് ഇച്ചിരി പ്രാർത്ഥിക്കുക. ഈ കേട്ട കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ ആശയങ്ങളൊന്ന്, പക്ഷെ നിങ്ങളെല്ലാവരിലും വ്യക്തിപരമായ ഒരു മേഖലയുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് തന്നെ അതിന് സഹായിക്കുന്ന പറയണേ. അല്പസമയം 2-3 മിനിറ്റ് അങ്ങനെ ഒന്ന് ഇരുന്ന് വ്യക്തിപരമായിട്ടൊന്ന് ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ഇൻ്റർവെൽ മാതിരി പുറത്ത് പോയിട്ട് റെഡി ഫ്രഷ് ആവുക. എന്നിട്ട് 7:30 നമ്മൾ പുറത്ത് തന്നെ അവിടെ TV ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കസേര സംഘടിപ്പിച്ച് കുറച്ച് പേര് കസേരയിലിരിക്കുക, ബാക്കിയുള്ളവർ നിൽക്കുക, അല്ലെങ്കിൽ പായിട്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ആശയങ്ങളെ ഒരു പ്രബോധനമായിട്ട് എടുക്കുക. നിങ്ങൾ കടലാസും നോട്ടൊക്കെ കൊണ്ടുപോയിക്കോ, അതിനകത്ത് വചനങ്ങൾ എഴുതണമെങ്കിൽ എഴുതുക. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ ഈ ക്ലാസ്സുകളുമായിട്ട് അത് ബന്ധപ്പെട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് യുഗാന്തത്തെക്കുറിച്ചുള്ള പഠനത്തിന് അത് നമുക്ക് ഉപയോഗമാവും. അപ്പോൾ 8 മണിയാകുമ്പോൾ അത് കഴിയും. 8 മണിക്ക് നിങ്ങൾ ഭക്ഷണത്തിന് പോകുന്നു. അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിച്ചാൽ പോയാൽ മതി. 8 മണിക്ക്